ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗെയിൻ നോളജ് മിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 11, 12 തീയതികളിലെ കറണ്ട് അഫയേഴ്സുകളാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. നവംബർ 1 മുതൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നവംബർ 1 മുതൽ ഈ ദിവസം വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക. 2025-26 വരാൻ പോകുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് പോലും കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് മിസ്സാകാതിരിക്കാൻ ഇപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു. പരീക്ഷ അടുക്കുന്ന സമയത്ത് ഓടി നടന്ന് കറണ്ട് അഫയേഴ്സ് മാത്രം തപ്പി നടന്ന് ബാക്കി ഭാഗം നമ്മുടെ ഇത് മിസ്സാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയമില്ലാത്ത സമയത്ത് കുറച്ച് സമയം കണ്ടെത്തി ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമ്മുടെ റെഗുലർ കോഴ്സുകൾ നടക്കുന്നുണ്ട്. അതിനകത്ത് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസംബർ 11, 12 തീയതികളിലെ കറണ്ട് അഫയേഴ്സാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം, പുതിയൊരു ഭേദഗതി ബില്ല് വരുന്നുണ്ട്. റെയിൽവേ ഭേദഗതി ബിൽ 2024. ഇത് ഡിസംബർ 11 തീയതി ലോകസഭയിൽ പാസ്സാക്കി. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഏതൊരു ബില്ലും നിയമമായി മാറുന്ന എപ്പോഴാണ്? ലോകസഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? ഏതൊരു ബില്ലും നിയമമായി മാറും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ലോകസഭയിൽ പാസ്സാക്കിയ പുതിയൊരു ബില്ലാണ്. ഇത് റെയിൽവേ ഭേദഗതി ബില്ല് 2024. അപ്പോൾ ലോകസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട്. 1989 റെയിൽവേ നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ലാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അതിൽ റെയിൽവേ ബോർഡിൻ്റെ അധികാരം വർദ്ധിപ്പിക്കാനും പ്രവർത്തന സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്താനും ഒക്കെ ലക്ഷ്യമിടുന്ന ഭേദഗതിയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ ഭേദഗതി ബിൽ 2024 ലോകസഭ പാസ്സാക്കിയതെന്നാണ് ഡിസംബർ 11. അതുപോലെ നല്ല അടിപൊളി ഒരു വിശേഷമാണ് നമ്മുടെ പുതിയ ഗ്രാൻഡ് മാസ്റ്റർ അല്ലേ. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ്? നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ആണ് ഇപ്പോൾ നമ്മുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനാണ് ആര്? ഗുകേഷ്. 18-ാം വയസ്സിൽ ലോക ചാമ്പ്യനായിട്ട് മാറിയിരിക്കുകയാണ് ഡി ഗുകേഷ്. അപ്പോൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോൾ ലോക കിരീടം നേടിയതാരാണ്? ഡി ഗുകേഷ്. ഇന്ത്യക്കാരനായ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിനാണ് കിരീടം. അതുപോലെ വേറൊരു വാർത്ത, വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്. വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആളെന്ന വിശേഷണം ആർക്കാണ്? ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിന്. ഓക്കെ. അതുപോലെ ഒരു പുതിയ പദ്ധതിയാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കിനാവ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കിനാവ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SIET എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. SIET ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കിനാവ് എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കിനാവ്. അതുപോലെ നമ്മുടെ മാധവ് ഗാഡ്ഗിലിന് ഒരു പുതിയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് മാധവ് ഗാഡ്ഗിലാണ്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ്? മാധവ് ഗാഡ്ഗിൽ. ഓക്കെ. അതുപോലെ ഒരു ലോകരാജ്യത്തെ വാർത്തയാണ്, ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങളെല്ലാം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ബെൽജിയം. അപ്പോൾ ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ തൊഴിൽപരമായ അവകാശങ്ങളെല്ലാം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് ഏത് മാറി? ബെൽജിയം. അതുപോലെ ഇനി നമ്മുടെ IT മേഖലയിൽ ചോദിക്കാവുന്ന ഒരു 3 പോയിന്റാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അതിലാദ്യത്തെ പോയിന്റ്, ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിളിൻ്റെ പുതിയ AI മോഡലാണ് വിയോ എന്ന് പറയും. ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിൾ പുറത്തിറക്കിയ ഒരു ജനറേറ്റീവ് AI മോഡലാണ് വിയോ എന്ന് പറയുന്നത്. അതുപോലെ വാക്യത്തെ ചിത്രമാക്കുന്ന ഗൂഗിളിൻ്റെ AI മോഡലാണ് ഇമേജർ. ഇതെല്ലാം പഠിച്ചുകൊണ്ട് നമ്മുടെ IT മേഖലയിൽ ഒരു 3 മാർക്കിൽ 1 മാർക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇത് ആ ഭാഗത്ത് ചോദിക്കാൻ സാധ്യത കൂടിയ പോയിന്റാണ്. അപ്പോൾ ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിളിൻ്റെ AI മോഡലാണ് വിയോ. അതുപോലെ വാക്യത്തെ ചിത്രമാക്കുന്ന ഗൂഗിളിൻ്റെ AI മോഡലാണ് ഇമേജർ.
അതുപോലെ ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത പുതിയ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത പുതിയ കമ്പ്യൂട്ടർ ചിപ്പിൻ്റെ പേരാണ് വില്ലോ. അപ്പോൾ വിയോ, ഇമേജർ, വില്ലോ. എന്തായിരുന്നു വിയോ? ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കുന്ന AI മോഡലാണ് വിയോ. വാക്യങ്ങളെ ചിത്രമാക്കുന്ന ഗൂഗിളിൻ്റെ AI മോഡലാണ് ഇമേജർ. അതുപോലെ ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത പുതിയ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഓക്കെ, ഈ 3 കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ നമ്മുടെ പുതിയൊരു ആപ്പാണ് ഏത്? അതിഥി ആപ്പ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിനായി കൊണ്ടുവന്ന ആപ്പാണ് ഏത്? അതിഥി ആപ്പ് എന്ന് പറയുന്നത്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന മൊബൈൽ ആപ്പാണ് ഏത്? അതിഥി ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പുതിയൊരു ഐറ്റം നോക്കാം. കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം IISR വികസിപ്പിച്ച രുചിയുള്ള ഇഞ്ചിയുടെ പേരാണ് സുരസ. കോഴിക്കോട് നമ്മുടെ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ സ്ഥാപനം അത് വികസിപ്പിച്ചെടുത്ത രുചിയുള്ള ഇഞ്ചിയുടെ പേരാണേത്? സുരസ. അതുപോലെ പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് നടക്കുന്നത് ഡൽഹിയിലാണ്. പ്രഥമ കൊക്കോ വേൾഡ് കപ്പിൻ്റെ വേദിയാകുന്നത് ഡൽഹി. കായിക മേഖലയിൽ ചോദിക്കാം. ആദ്യമായിട്ടാണ് കൊക്കോ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൻ്റെ വേദി എവിടെയാണ്? ഡൽഹിയിലാണ്. അതുപോലെ പുതിയൊരു അജ്ഞാത രോഗമാണ് ഡിസീസ് എക്സ് എന്ന് പറയുന്നത്. അജ്ഞാത രോഗമായ ഡിസീസ് എക്സ് ബാധിച്ച് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ രാജ്യമാണ് കോങ്കോ. കോങ്കോയിൽ ഡിസീസ് എക്സ് ബാധിച്ച് ഒരുപാട് പേര് ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡിസീസ് എക്സ് ഇപ്പോൾ അടുത്തിടെ ബാധിച്ച രാജ്യം ഏതാണ്? കോങ്കോ. ഓക്കെ, അപ്പോൾ ഈ രോഗങ്ങൾ ബാധിച്ചുമായി ബന്ധപ്പെട്ടൊക്കെ പരീക്ഷകളിൽ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഓരോന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ 11, 12 തീയതികളിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞ ഒന്നുകൂടെ നോക്കാം. ഡിസംബർ 11 റെയിൽവേ ഭേദഗതി ബില്ല് 2024 ലോകസഭയിൽ പാസ്സാക്കി. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷിന് കിരീടം നേടാൻ സാധിച്ചു. വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആളാണ് ആര്? ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നടത്തുന്ന ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞു. കിനാവ്. അതുപോലെ മാധവ് ഗാഡ്ഗിലിന് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായി. അതുപോലെ ലൈംഗിക തൊഴിലാളികൾക്ക് ഒരുപാട് അവകാശങ്ങളും മറ്റുമൊക്കെ നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ബെൽജിയം മാറി. പിന്നെ ഗൂഗിളിൻ്റെ AI മോഡലുകളെ പറ്റി പറഞ്ഞു. ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിളിൻ്റെ AI മോഡലാണ് വിയോ. അതുപോലെ വാക്യങ്ങളെ ചിത്രമാക്കുന്ന ഗൂഗിളിൻ്റെ AI മോഡലാണ് ഇമേജർ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. അതുപോലെ കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് അതിഥി ആപ്പ്. പിന്നെ കോഴിക്കോട്ടെ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇഞ്ചിയാണ് സുരസ എന്ന് പറയുന്ന ഇഞ്ചി. അതുപോലെ പ്രഥമ കൊക്കോ വേൾഡ് കപ്പിൽ വേദിയാകുന്നത് ഡൽഹിയാണ്. അജ്ഞാത രോഗമായ ഡിസീസ് എക്സ് ബാധിച്ച് നിരവധി പേർ മരണപ്പെട്ട രാജ്യമാണ് കോങ്കോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നോക്കാനുള്ളത്. എല്ലാം എഴുതി പഠിക്കുക, ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതായി തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 1 ഇയർ റെഗുലർ കോഴ്സും 6 മാസത്തെ ക്രാഷ് കോഴ്സും നടക്കുന്നുണ്ട്. രണ്ടിലെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേരാം. സൗകര്യം അനുസരിച്ചിട്ടാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിക്കുക. പ്രത്യേകിച്ച് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ സാധ്യതയില്ല, അവസരം ഇല്ലാത്തവർക്ക്, അതായത് സമയമില്ലാത്തവർക്ക് ഒരു അവസരം എന്ന രീതിയിലാണ് നമ്മളുടെ മിഷൻ കൊടുക്കുക. നമുക്ക് ഒരുപാട് പേർക്കൊന്നും അഡ്മിഷൻ ഇല്ല. ഒരു ബാച്ചിൽ 20 മുതൽ 25 വരെയാണ് നമ്മളുടെ ഒരു ബാച്ച് സൈസ് എന്ന് പറയുന്നത്. അത്രയും മാത്രമേ നമ്മൾ അഡ്മിഷൻ കൊടുക്കാവുള്ളൂ. കാരണം ലൈവ് ക്ലാസ്സാണ്. ഓരോ ക്ലാസ്സിലും നിങ്ങളുടെ ഓരോരുത്തരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നിങ്ങളെ പഠിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതിക്കണം. നോട്ട് എഴുതിച്ച് നിങ്ങൾക്ക് അതനുസരിച്ച് ഫോളോ അപ്പും ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഗെയിൻ നോളജ് മിഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 20 മുതൽ 25 വരെ മാത്രമേ അഡ്മിഷനുള്ളൂ. ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. പുതിയ റെഗുലർ ബാച്ചുകൾ ഈ വരുന്ന ആഴ്ച, ഈ ഡിസംബർ 18 തീയതി കൂടിയൊക്കെ നമ്മൾ ആരംഭിക്കുകയാണ് ക്ലാസ്സുകൾ. അതുപോലെ ക്രാഷ് കോഴ്സ് ഇപ്പോൾ ഇല്ല, സെക്രട്ടേറിയറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ നമ്മളത് തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിനകത്ത് എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പാഠഭാഗങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ മുതൽ SCRT ടെക്സ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ അപ്പോഴപ്പോഴും പഠിച്ചു പോവുക. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും. ഓക്കെ, നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്